അങ്ങനെ നീറ്റ് എക്സാം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിൻ്റെ ദിവസമാണ്. കാരണം ഓരോരുത്തരായി സൈലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ 700 കടന്നവരുടെ വരവാണ് വലിയ സന്തോഷം ഉണ്ടാക്കുന്നത്. എൻ്റെ കൂടെ ഇരിക്കുന്നത് ഷാദി ബഷീറാണ്. ഷാദിയെ സംബന്ധിച്ചിടത്തോളം അവനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാവിലെ ഇങ്ങോട്ടേക്ക് വരിക എന്ന് പറയുന്നത് ഒരു 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 സ്ഥിരം പ്രൊസീജിയറാണ്. എൻട്രൻസ് എക്സാമിനേഷൻ വരെ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലത്തേക്ക് ഇന്ന് എൻട്രൻസിൻ്റെ പേപ്പറിലെ മാർക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വീണ്ടും വരുന്നു. രാത്രി ഉറങ്ങിയിട്ടൊന്നുമില്ല. മാർക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട്. പക്ഷേ ഇന്ന് രാവിലെ ഉറങ്ങാനൊന്നും നിൽക്കാതെ ഓടി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം ഇങ്ങോട്ട് കയറി വരുമ്പോൾ? ഇതുവരെ ഈ ക്യാമ്പസിൽ വന്നതിനേക്കാളും ഇവിടെ ഒരു ഡിഫറന്റ് എക്സ്പീരിയൻസ് ആ തോന്നുന്നുണ്ടോ? ഇന്ന് ഈ ക്യാമ്പസ് വേറെ ആയിട്ടാണോ കാണുന്നത്? അങ്ങനെയല്ല, ഇവിടെ എപ്പോഴും എല്ലാവരും ഭയങ്കര എൻ- ഇതുപോലെ. എന്നാലും ഇന്ന് വരുമ്പോൾ മോനൊരു പ്രത്യേക ഫീൽ ഉണ്ടാവില്ലേ? അതായത് LK സാറുള്ളത് അനിൽ സാറ് കാണാൻ അടുത്തിരിക്കണമൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാക്കിയത്. ആ, ഇങ്ങനെ ഒരു ദിവസം ഞാൻ 700 മാർക്കൊക്കെ കടന്ന് ഗംഭീരനായി ഇവിടെ വന്നിരിക്കും എന്നുറപ്പിച്ച് തന്നെയായിരുന്നു കഴിഞ്ഞ ഇയർ മൊത്തം പോയിക്കൊണ്ടിരുന്നത്. 200 കിടക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കൺസിസ്റ്റന്റ് ആയി വർക്ക് ചെയ്തു. ഒരു ദിവസം എന്ത് തോന്നുന്നുണ്ട്? ബാക്കിയുള്ള ഇനി വരാനിരിക്കുന്ന ആളുകളൊക്കെ മോനെ കാണുകയാണ്, മോനെ കേൾക്കുകയാണ്. എന്തൊക്കെയാ അവരോടൊക്കെ പറയാനുള്ളത്? എഴുതിയ പരീക്ഷയെക്കുറിച്ച്, അവരിനി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെ എന്തൊക്കെയാ പറയാനുള്ളത്? ഇത് ആദ്യം മുതൽ അവസാനം വരെ അങ്ങനെ കൺസിസ്റ്റന്റ് ആയി വർക്ക് ചെയ്യുക. ഈവൻ ഇത് എക്സാമിന് രാവിലെ തന്നെ ഞാൻ ഒരു സാധനം വായിച്ച് ടേബിളൊക്കെ നോക്കുമല്ലോ, അത് തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അന്ന് രാവിലെ വായിച്ച് തന്നെ അന്ന് ഉച്ചയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അത് പെട്ടെന്ന് മാർക്ക് ചെയ്യാനും അതിന് ഇത് എൻഡ് മുതലേ കൺസിസ്റ്റന്റ് ആയി വർക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്ത് അങ്ങനെ കുറച്ച് ഇതൊക്കെ എഴുതി സെറ്റ് ചെയ്ത്. ക്ലാസ് റൂമിനകത്ത് ഇരിക്കുന്നൊക്കെ സമയത്ത് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഫുൾ റിപ്പീറ്റർ ഉണ്ടായിരുന്നു, ഫുൾ ഒരിക്കലും ഉണ്ടായിരുന്നു. ബ്രേക്ക് ചെയ്യാതെ അങ്ങനെ റിവിഷനും കഴിഞ്ഞ് മോക്കും കഴിഞ്ഞ് ആ മുഴുവൻ സമയത്തും ഷാദി ഇവിടെ തന്നെ ഓ ഉണ്ടായിരുന്നു. ഏതെങ്കിലും സമയത്ത് എനിക്ക് കുറച്ചുകൂടെ ഒന്ന് ഇതിൽ നിന്ന് മാറിയിരുന്ന് പഠിച്ചു കളയാം അങ്ങനെയൊക്കെ ഉള്ള ഫീൽ ഉണ്ടായിരുന്നു. ഇല്ല, ക്ലാസ് റൂമിലും സാറുമാരും ഭയങ്കര ചില്ലായിട്ടാണ് ക്ലാസ് എടുക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലാസ്സിൽ വരാനും അങ്ങനെ തോന്നുള്ളൂ. ഒരിക്കലും ഒരു ദിവസം ഓഫായി ഹോസ്റ്റലിൽ ഇരിക്കുമ്പോഴും പിന്നെ രാവിലെ ക്ലാസ്സിൽ വരാനാണ് തോന്നുന്നത്. കാരണം സാറുമാരോട് ഭയങ്കര ചില്ലായിട്ട് ക്ലാസ് ഒക്കെ എടുക്കുകയും ഭയങ്കര രസമാണ്. ഒരു ദിവസം ഹോസ്റ്റലിൽ ഇരുന്ന് പിറ്റേന്ന് വിടാ എന്ന് ഷാദി പറഞ്ഞപ്പോഴാണ് സത്യത്തിൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഹൈബ്രിഡ് ഒരു പുതിയ മോഡലായിരുന്നു അല്ലേ? ഒരു പുതിയ മോഡൽ കേരളത്തിന് മുമ്പിലേക്ക് വരുമ്പം ഷാദിയെ പോലെ ഒരു 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 ബ്രൈറ്റ് സ്റ്റുഡൻറ് ആ മോഡലിനെ ഒപ്റ്റ് ചെയ്യാൻ കാണിച്ച ധൈര്യം അല്ലെ? പലരും ഹൈബ്രിഡിനെ കുറിച്ച് പല കൺഫ്യൂഷനും പറഞ്ഞിട്ടുണ്ടാവും. ഹൈബ്രിഡ് ആണ് എനിക്ക് പറ്റുക എന്ന് ഉറപ്പിച്ച് തന്നെയാണോ ഇങ്ങോട്ട് വന്നത്? കാരണം ഒരു റിപ്പീറ്റേഴ്സിനെ കുറിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാന്ന മാക്സിമം. അപ്പോൾ ഒരു ദിവസം ഫുള്ള് അതിൻ്റെ ക്ലാസ് കേൾക്കുക, പിറ്റേന്ന് ദിവസം ഒരു ദിവസം അതിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും ഒരു ദിവസം കിട്ടാനുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഫുള്ള് ചെയ്യാൻ 4 വിഷയത്തിൻ്റെ അത് ക്വസ്റ്റ്യൻ മാക്സിമം ചെയ്യാനാണ് റിപ്പീറ്റേഴ്സിൻ്റെ. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ എനിക്ക് അങ്ങനെ തോന്നി. ഒരു ദിവസം ഫുള്ള് ക്വസ്റ്റ്യൻ ചെയ്യുക, പിന്നെ ഒരു ദിവസം ഫുള്ള് ക്ലാസ് കേൾക്കുക. അതൊരു അടിപൊളി പരിപാടിയാണ്. അല്ലെങ്കിൽ പിന്നെ 7 ദിവസം ക്ലാസ് കേട്ട് പിന്നെ ഞായറാഴ്ച ഒരു ലീവ് ഉണ്ടാവും. അന്ന് 7 ദിവസം ക്ലാസ് ക്വസ്റ്റ്യൻ ചെയ്യാനൊക്കെ വെച്ചാൽ കുറച്ച് അത് നമുക്ക് ടൈം ഇതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെനിക്ക് കുറച്ചും കൂടി ഇതായി തോന്നി. അതുപോലെ തന്നെ ഇപ്പോൾ പെട്ടെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് സാറുടെ ക്ലാസ് അലിക്കുന്ന സാറിൻ്റെ ഇക്വിപ്മെൻറ്റിൻ്റെ ക്ലാസ് ഒക്കെ എടുത്ത് നോക്കുമ്പോഴൊക്കെ അത് അവിടെ തന്നെ തീരും. പിന്നെ അല്ലെങ്കിൽ നമ്മൾ മറ്റാണെങ്കിൽ പിറ്റേന്ന് നാലാളെ ക്ലാസ് പോയി സാറിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചൊക്കെ ഭയങ്കര ടൈം എടുക്കും. ഇതാകുമ്പോൾ ടാബിൽ അപ്പം തന്നെ ഡൗട്ട് നോക്കുക. പിന്നെ സാറുമാർ ഹോസ്റ്റലിലൊക്കെ വരും ഹൈബ്രിഡ് ലീവുള്ള ദിവസം. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇതായി തോന്നിക്കൊണ്ട് ഞാൻ ഹൈബ്രിഡാണ് എടുക്കാൻ വിചാരിച്ചത്. 700 കടക്കുന്ന സമയത്ത് ഞാനിത് കടന്നതിന് പിന്നിൽ ഇതുണ്ട്, ഹൈബ്രിഡ് ആയതുകൊണ്ടാണ് എനിക്ക് എന്നെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത് എന്ന് തന്നെയാണോ തോന്നുന്നത്? ഹൈബ്രിഡ് ടൈം കൊണ്ടാണ് എനിക്ക് മാക്സിമം ക്വസ്റ്റ്യനിലേക്ക് സഞ്ചരിക്കാൻ പറ്റിയത്. കാരണം അത്രക്കും എനിക്ക് ടൈം കിട്ടി. കാരണം റിപ്പീറ്ററിനെ കുറിച്ച് പറയുമ്പോൾ ക്വസ്റ്റ്യൻ മാക്സിമം കാണുന്ന. അപ്പോൾ അതിന് ടൈം കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നല്ലൊരു ലീവ് ഇതൊക്കെ വേണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതായിരുന്നു. ഇപ്പൊ ക്ലാസ് റൂമിനെ കുറിച്ച് പറയുന്ന സമയത്ത് എല്ലാവർക്കും കുറെ കാര്യങ്ങൾ പറയാനുണ്ടാവും അല്ലേ? ടീച്ചേഴ്സ് ഇപ്പൊ മോൻ തന്നെ പറഞ്ഞു ഭയങ്കര ചില്ലായി രസമായിട്ട് എടുത്തു. ഞാൻ അതിലേക്ക് വരാം. ഈ ഒരു ദിവസം ഹോസ്റ്റലിൽ ഇരുന്ന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഹോസ്റ്റൽ അറ്റ്മോസ്ഫിയർ സത്യത്തിൽ ഭയങ്കര പ്രധാന. എങ്ങനെ ഉണ്ടായിരുന്നു ഹോസ്റ്റൽ എന്ന് പറയുന്ന ലോകം? ഹോസ്റ്റലിൽ പറഞ്ഞാൽ അവിടെയുള്ള വാർഡനാവട്ടെ, ചേച്ചി ആവട്ടെ, അവിടെ മെൻഡർ വിനോട്ടനാവട്ടെ, എല്ലാവരും ഭയങ്കര വെച്ചാൽ ഒരു എപ്പോഴും നമ്മൾ അങ്ങനെ അങ്ങനെ എനർജി ആയിക്കൊണ്ടിരിക്കും. ഒരു ചടപ്പും ഒരു ഇതും ഇല്ല. ചങ്ങന്മാരുടെ ഫ്രണ്ട്സും അടിപൊളിയായിരുന്നു. എല്ലാവരും രക്ഷപ്പെടണമെന്ന് വെച്ചാൽ ഈ ഒരു മൈൻഡിലുള്ള എല്ലാവരും സെറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പിന്നെ അങ്ങനെ കറക്റ്റ് പോയി. ചേച്ചിയൊക്കെ എങ്ങനെ ഓർമ്മിക്കുന്നുണ്ട്? ചേച്ചിയൊക്കെ മോനെ കേൾക്കുകയായിരിക്കും വലിയ അഭിമാനത്തോടു കൂടെ. കഴിഞ്ഞ കൊല്ലം ത്രൂ ഔട്ട് കണ്ട ഒരാൾ അല്ലേ മോനിപ്പോ മെന്ററുടെ പേര് പറയുന്നു. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂടെ ലൈഫിലെ അപൂർവം അച്ചീവ്മെന്റുകളിൽ ഒന്നാണ് സത്യത്തിൽ ഇത്. എന്തൊക്കെയാ ചേച്ചീനൊക്കെ ഓർമ്മിക്കുമ്പോൾ മനസ്സിൽ വരുന്നത്?
അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇവിടെ പനിയും അധികം വരലുണ്ടായിരുന്നു ചില സമയത്തൊക്കെ. അപ്പോൾ ചേച്ചി ചൂടുവെള്ളം കൈ തരിക, അതുപോലെ തന്നെ വാർഡൻ വന്ന് എന്തൊക്കെ ആവശ്യമുണ്ട് ചോദിക്കുകയോ ഫുഡൊക്കെ ചിലപ്പോൾ റൂമിലൊക്കെ തന്നെ എടുത്ത് തരുന്നു. അങ്ങനെയൊക്കെ ഒരു വലിയൊരു ഇത് ചെയ്തിരുന്നു. മാക്സിമം സപ്പോർട്ട് ഉണ്ടായി. മാക്സിമം സപ്പോർട്ട് ഈ ഉണ്ടായിരുന്നു. ഹോസ്റ്റലിലെ പഠനാന്തരീക്ഷമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഫ്രണ്ട്സ് ഒക്കെ പലപ്പോഴും ഈ ബോയ്സ് ഹോസ്റ്റൽ എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്കൊരു ഒരു കൺഫ്യൂഷനാ. ബോയ്സ് ഒക്കെ ഹോസ്റ്റലിൽ ഇരുന്നാൽ പഠിക്കുമോ എന്നൊക്കെ ആളുകൾ പറയും. പക്ഷേ അത് ഒരാൾ ഇങ്ങനെ പഠിച്ചു തുടങ്ങിയാൽ പിന്നെ മറ്റേ ആളും ഇങ്ങനെ വന്നോളൂ. അത് ഒരു വൈബ് ഇങ്ങനെ കിട്ടിയാൽ ഉപ്പയ്ക്ക് എങ്ങനെ തോന്നിയിരുന്നു? ഹോസ്റ്റലിലൊക്കെ ഇരുന്നിട്ട് പഠിക്കുന്നുണ്ടാവുമോ എന്നൊക്കെയുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എപ്പോഴെങ്കിലും ആലോചിച്ചിരുന്നോ? തീർച്ചയായിട്ടും ഞങ്ങൾ അവിടെ പോകുമ്പോൾ എപ്പോഴും പഠിച്ചിരിക്കുന്ന സമയം അധികം എപ്പോഴും പോകുമ്പോൾ ആ ഒരു ഫീലിംഗ് കണ്ട. പിന്നെ ഇടയ്ക്ക് മെൻറ്റർ വിളിക്കും, അപ്പോൾ ഒക്കെ അന്വേഷിക്കാറുണ്ട്. അപ്പോൾ ഇവൻ മാക്സിമം ടൈം യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഒരു പാരന്റ് എന്നുള്ള രീതിയിൽ ഈ മെന്ററുടെ ഒക്കെ അപ്രോച്ചിനെ, വാർഡന്റെ ഒക്കെ അപ്രോച്ചിനെ എങ്ങനെ? വളരെ നല്ല പെരുമാറ്റങ്ങളാണ്. ഞങ്ങൾ എപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ ഇവന് എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിലൊക്കെ ഞങ്ങൾ പിന്നെ അവൻ്റെ ജ്യേഷ്ഠന് മെഡിക്കൽ കോളേജിൽ ഫൈനൽ ഇയറാണ്. അപ്പോൾ അവന് എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ അപ്പം തന്നെ കൊടുക്കും. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും, ഫോൺ ചെയ്യാൻ സൗകര്യം, അതൊക്കെ അവർ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ ഇവൻ്റെ പഠനം ആണ് കൂടുതലാണ്, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പോയിട്ട് ബുദ്ധിമുട്ടിക്കാറില്ല. ആവശ്യത്തിന് മാത്രം കാര്യങ്ങൾ. പക്ഷെ നല്ല ചേച്ചിയൊക്കെ നല്ല പിന്നെ എപ്പോൾ പോയാലും അവിടെ വൃത്തിയാക്കിയിടൽ, കാര്യങ്ങൾ, റൂമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കും. അങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും മോൻ ഒരുപാട് കാര്യം പറയാനുണ്ട്. ഞാൻ മോനിലേക്ക് വരാം. അതെടുക്കട്ടെ. ഒരു പാരന്റ് എന്നുള്ള രീതിയിൽ എങ്ങനെ ഉണ്ടായിരുന്നു സൈലത്തിലുള്ള ഒരു ജേണി? എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? തീർച്ചയായിട്ടും ഞങ്ങളെ പലരും നിർബന്ധിച്ചിരുന്നു. കാരണം വെച്ചാൽ പിന്നെ പുറത്ത് ഔട്ട് ഓഫ് സ്റ്റേറ്റ് എവിടെങ്കിലും കിട്ടും, തീർച്ചയായിട്ടും പിന്നെ ഒരു പരീക്ഷണത്തിൽ നിൽക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ ഒരു തവണ ഇവർ വിളിച്ച ശേഷം നിങ്ങളെ ഇവിടുന്ന് വിളി വന്നേരം ഞങ്ങളൊന്ന് വന്നു. അപ്പോൾ നിങ്ങൾ അവിടുന്ന് ഇവർ ഞങ്ങളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലായി തന്ന് എപ്പോഴും നമ്മൾ കൂടുതൽ മാർക്ക് വാങ്ങിയിട്ട് നല്ലൊരു കോളേജ്, നമുക്ക് ഇഷ്ടമുള്ള ഒരു കോളേജ് സെലക്ട് ചെയ്യാൻ എത്തിക്കഴിയുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ മകന് മൂത്ത മകന് കോഴിക്കോട് പഠിക്കുന്നതിനെ കൊണ്ട് ഞങ്ങൾക്ക് അറിയാം കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ കിട്ടാനുള്ള ആഗ്രഹം അത്രേ ഉള്ളായിരുന്നു. അപ്പോൾ പിന്നെ അതിനേക്കാളൊക്കെ മേലെത്തി. ഞങ്ങൾക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കിട്ടണം അത്രേ ഉള്ളായിരുന്നു. അപ്പോൾ അതിനേക്കാൾ മേലെത്തിച്ചു. ഇക്കയുടെ മാർക്ക് എത്രയായിരുന്നു? 680 മാർക്കിന് 680 അപ്പൊ അതിന് മുകളിൽ പോയി. അതിന് മുകളിൽ പോയി ഒരു സന്തോഷമുണ്ട്. ഇക്കയുടെ അപ്പുറം പോയി എന്നുള്ള സന്തോഷമുണ്ട്. എന്ത് വിളിച്ചു പറഞ്ഞു റിസൾട്ട് ഇന്നലെ കൂട്ടിയ? അല്ല, ഇന്നലെ കാക്കയും നോക്കിയത്, കാക്കയും ഫുള്ള് നോക്കിയത്. ഭയങ്കര ഹാപ്പിയാണ്. ഹാപ്പിയായി. കാരണം ഫസ്റ്റ് ഭയങ്കര ഹാപ്പി. ഉമ്മയൊക്കെ എന്ത് പറയുന്നു? ഉമ്മ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇത് ഫസ്റ്റ് തന്നെ റിപ്പീറ്റ് ചെയ്ത് പാളിപ്പോയോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഇവിടുന്നുള്ള എലൻ സാർ ആവട്ടെ, ഓല് ഭയങ്കരമായിട്ട് നമ്മളെ എപ്പോഴും പറയും ഓനിങ്ങനെ പതുങ്ങിയിരിക്കുന്നത് എന്തോ പറയുമായിരുന്നു, പുലി പതുങ്ങി ഇരിക്കുന്നത് കുതിക്കാനാണെന്ന് പറയുമായിരുന്നു അല്ലേ? എല്ലൻ സാർ എന്നോട് പറഞ്ഞു. ലിനീഷ് സാറ് നമ്മളുടെ കോഴിക്കോട്ടെ ഹൈബ്രിഡ് ക്യാമ്പസിന്റെ അക്കാഡമിക് കോർഡിനേറ്റർ ആണ്. എപ്പോഴും ഷാദിയുടെ മാർക്ക് ഇങ്ങനെ കുറഞ്ഞൊക്കെ വരുന്ന സമയത്ത് പല പരീക്ഷകൾക്കും ഒന്ന് 650യുടെ റേഞ്ചിലേക്ക് താഴും അല്ലേ, 650ന്റെ റേഞ്ചിലേക്ക് ഇങ്ങനെ താഴുമ്പോഴൊക്കെ ഷാദി വന്നിട്ട് ലിനീഷ് സാറെ കാണുമ്പോഴൊക്കെ പറയുമായിരുന്നു, മോൻ എന്തായാലും 700 കടക്കും, പുലി ഇങ്ങനെ പതുങ്ങിയിരിക്കുന്നത് ഒരു ദിവസം കുതിക്കാനാണെന്ന് പറഞ്ഞ് നിരന്തരം കോൺഫിഡൻസ് കൊടുത്തൊരു അക്കാഡമിക് കോർഡിനേറ്റർ ആയിരുന്നു ലിനീഷ് സാർ. ലിനീഷ് സാർ മോന്റെ മാർക്ക് വരെ, ഞാൻ മാർക്കിലേക്കൊന്നും വരുന്നില്ല അല്ലെ, ഈ മാർക്ക് എത്തുമെന്ന് പ്രവചിച്ചിരുന്നു അല്ലെ, ആ മാർക്ക് തന്നെ പോയി നിന്നു അല്ലെ. അപ്പൊ അത്രമേൽ സത്യത്തിൽ അതൊരു ഭയങ്കര കാര്യമാണ്. ഒരു സ്ഥാപനത്തിൽ ഇത്രയേറെ കുട്ടികൾ പഠിക്കുന്നു, അവിടുത്തെ ഒരു അക്കാഡമിക് കോർഡിനേറ്റർക്ക് അവിടുത്തെ ഒരു കുട്ടി ഈ മാർക്ക് വാങ്ങുമായിരിക്കുമെന്ന് പ്രവചിക്കാൻ പറ്റണമെങ്കിൽ അത്രമേൽ ആത്മാർത്ഥമായി അതിനോട് അദ്ദേഹം ചേർന്ന് നിന്നു എന്ന് തന്നെയാണ് അതിനർത്ഥം. ഷാദിയുടെ റിസൾട്ട് വരുന്ന സമയത്ത് ഞാൻ ലിനീഷ് സാറിനെയും ആ അർത്ഥത്തിൽ ഭയങ്കര നന്ദിയോടുകൂടെ കാണുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ? DPP ഒന്നും പറയാനില്ല, വേറെ ലെവലായിരുന്നു. കാരണം ബാക്കി പുറത്തുനിന്ന് എത്ര മെറ്റീരിയൽ ചെയ്താലും DPP ഒന്നും നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. ഇവൻ നീറ്റ് എക്സാമിന്റെ തലേ ദിവസം വരെ ഫുൾ DPP കവർ ചെയ്ത് DPP എത്രയോ വട്ടം വായിക്കുക. അത്ര ഭയങ്കര നമ്മളെ DPP ശരിക്ക് കേരളത്തിലെ എൻട്രൻസിന്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമ്മൾ ആവിഷ്കരിച്ചത് അല്ലെ. നിങ്ങൾ നോട്ട് എഴുതണ്ട, നിങ്ങൾക്ക് പിന്നെ വർക്ക്ഔട്ട് ചെയ്യാനുള്ള സ്പേസ്, അഡീഷണൽ നോട്ട് എഴുതാനുള്ള സ്പേസ്, അതിനകത്ത് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള സ്പേസ്, സെലക്ട് ചെയ്തെടുത്ത ക്വസ്റ്റ്യൻസ്. ഇന്നലെ രമാദേവി ടീച്ചറും സംഗീത മിസ്സും ഒക്കെ അവരിൽ ഉണ്ടാക്കിയ ബയോളജിയുടെ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് വലിയ അഭിമാനത്തോടുകൂടെ എന്നോട് സംസാരിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു അതിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ? ഒടുവിൽ പരീക്ഷാ ഹാളിൽ എത്തുമ്പോൾ എങ്ങനെ ഫീൽ ചെയ്തു? ചില LMRPയിലെ ക്വസ്റ്റ്യനും ഫുൾ മാർക്ക് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ചെയ്യുന്നില്ല. നമുക്ക്
പ്രത്യേകിച്ച് ഫിസിക്സിൽ വെച്ച് നമുക്ക് കുത്തി പോവാൻ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് വന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ബയോളജി എടുത്ത് പറയുന്നുണ്ട്, കാരണം നമുക്ക് ഇവിടുന്ന് ഫുള്ള് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ എല്ലാ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ തലയിലുണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ ആണെങ്കിൽ ഇൻഡെക്സ് എക്സാം ആകുമ്പോൾ പിന്നെ ഒരു ബയോളജീൻ്റെ ഒരു സീനും അല്ല എന്നാണ് മനസ്സിലാക്കിയത്. അങ്ങനെ കുത്തി 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 പോയി സാധാരണ ഇവിടുന്ന് എക്സാം എന്ന് വെച്ചാൽ 1 മണിക്കൂർ അങ്ങ് എടുക്കും ബയോളജിക്ക്. നീറ്റ് എക്സാം എനിക്ക് 45 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയേക്ക്, കാരണം അത്രക്കും പെട്ടെന്ന് ഒറ്റ ക്വസ്റ്റ്യനും തെറ്റാതെ ബയോളജി എഴുതി. ബയോളജിയും കെമിസ്ട്രിയും ഫുള്ളാക്കി. എല്ലാം കെമിസ്ട്രി ഒക്കെ ഫുള്ളാണ്. Chemistry full. ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഫിസിക്സ് തന്നെ മൊത്തത്തിൽ കേരളത്തിൽ കുറെ പേര് ടഫാണ് എന്ന് പറയുമ്പോഴും നമ്മളുടെ കുട്ടികൾക്ക് ഫിസിക്സ് ടഫ് ആയില്ല എന്ന് കേൾക്കുന്നു. എങ്ങനെ തോന്നി ഫിസിക്സിന്? ഫിസിക്സ് വെച്ചാൽ ഒരു 35 ക്വസ്റ്റ്യൻ ഒക്കെ സാധാ പോലെയുള്ള ക്വസ്റ്റ്യൻ ആണ്. 1-2 ക്വസ്റ്റ്യനുകൾ ഇതുള്ളൂ. അതൊന്ന് ഏകദേശം ഒന്ന് ഇതാക്കിയാലും കിട്ടാവുന്ന ക്വസ്റ്റ്യൻ ആണ്. തെറ്റാനൊന്നും ഇല്ല ക്വസ്റ്റ്യൻ അല്ലേ? തെറ്റാണ്. LMRP എന്ന് പറയുമ്പോൾ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പ്രോഗ്രാം, നമ്മൾ അങ്ങനെയാണ് ചുരുക്കി വിളിച്ചത് LMRP. LMRP ഗുണം ചെയ്തിട്ടുണ്ടോ? LMRP ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഫിസിക്സിൽ ചില കോൺസെപ്റ്റ് ഒന്നും ഇങ്ങനെ കുറച്ച് അമരാൻ കുറച്ച് പാടുണ്ടായിരുന്നു. ഈ LMRP ഓരോ ക്വസ്റ്റ്യൻ ഇങ്ങനെ കഴിഞ്ഞ് അതേപോലെ തന്നെ ഡിസ്കഷൻ, അപ്പം തന്നെ ഡിസ്കഷൻ ആണല്ലോ. എക്സാം കഴിഞ്ഞ ഉടനെ പോസ്റ്റ് അനാലിസിസ് ഉണ്ടല്ലോ, അവിടെ സാറുമാർ ക്ലാസ്സിൽ വന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ തന്നെ 4-5 കോൺസെപ്റ്റ് ഉണ്ടാവും. അത് നമുക്ക് നീറ്റിൽ 4-5 ക്വസ്റ്റ്യനായി വരുന്ന കോൺസെപ്റ്റേക്കും അതുണ്ടാവുക. അതൊക്കെ ഫിസിക്സ് ഒക്കെ ഞാൻ LMRPൻ്റെ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ 2 റിവൈസ് ചെയ്യുകയും ചെയ്തു, കാരണം എനിക്ക് ഉറപ്പായിട്ടും അത് വലിയൊരു ഉപകാരം ഉണ്ടാവുമെന്ന്. ബയോളജി ക്വസ്റ്റ്യനും NCERT ഓരോ അടിപൊളിയായിട്ട് നമ്മൾ കാണാത്ത വരെ ഞാൻ പിന്നെ കണ്ടു ഒരു ദിവസം. മോക്ക് എക്സാമുകൾ എഴുതുമ്പോഴോ? മോക്ക് എക്സാം ഇതുപോലും, പക്ഷേ നീറ്റിനേക്കാൾ കുറച്ച് ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നീറ്റിന് ഏകദേശം എങ്ങനെ വരികയെന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ തുടക്കം മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ഇടവേളയിലും ഒരു എക്സാം മൂഡിൽ പരീക്ഷ എഴുതുന്ന ഒരു ട്രെൻഡ് ഉണ്ടായി. GIB എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ഇതാണ് പോരായ്മയാണ്. ഈ 1:30 മുതൽ 2 മണി വരെ എനിക്ക് ഒരിക്കലും നീറ്റ് എക്സാം കഴിഞ്ഞ പ്രാവശ്യം അത് എനിക്ക് ഒന്നും എന്താ ചെയ്യേണ്ടി അറിയില്ല. ഭയങ്കര ഞാൻ അന്നേരം വേറെ ചിന്തിച്ച് പ്രഷറാകും. അത് ഇവിടുത്തെ GIBക്ക് കറക്റ്റ് 1:30 ബെല്ലടിക്കും. മെൻറ്റർമാരൊക്കെ വന്ന് നിൽക്കൂ, 2 മണി വരെ അവിടെ നിൽക്കൂ. വെച്ചാൽ അപ്പോൾ ഞാൻ ഒരു 15ഓളം GIB അവിടെ നിൽക്കും. അപ്പോൾ 15ഓളം പത്രം എനിക്ക് 1:30 2 മണി വരെ എങ്ങനെ കീപ്പ് ചെയ്യണമെന്ന് ഇവിടെ നിന്നാണ് മനസ്സിലായത്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് എനിക്ക് നീറ്റ് എക്സാമോ അതേ മെയിൻറ്റെയിൻ ചെയ്യാൻ പോയത്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പ്രഷറായി പോയി പെട്ടെന്ന്. മാർക്കൊക്കെ ഇടയ്ക്ക് കുറയുമ്പോഴൊക്കെ വീട്ടിൽ നിന്ന് എങ്ങനെയായിരുന്നു ഫീൽ ഉണ്ടായിരുന്നത്? ഇവനോട് പറഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ ഒരു മൈൻഡിലൊക്കെ എന്തായിരുന്നു? ഉമ്മയോ ഉപ്പയോ ഒക്കെ എന്തായിരുന്നു വീട്ടിൽ നിന്ന്? അല്ല, അവൻ കയറി വരും. അവനോട് ഞങ്ങള് ഒരു പ്രാവശ്യമൊക്കെ ചോദിച്ചാൽ അവൻ പറഞ്ഞ് ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ ഞാൻ എന്തായാലും കയറി വരും എന്ന് പറഞ്ഞു. അപ്പൊ അത് ഞങ്ങൾക്ക് അറിയാം. അവൻ ആദ്യം അങ്ങനെ തന്നെ ആയിരുന്നു. പഠനത്തിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ നല്ല സപ്പോർട്ടായതിനെ കൊണ്ട് എന്തായാലും മേലോട്ട് വരുന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ സപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ടീച്ചേഴ്സ് കൊടുത്ത് പൊളിയാണ്. വെച്ചാൽ ടീച്ചർമാരെന്ന് അറിയില്ല, നമ്മൾ ചങ്ങായിമാരെന്ന് പറയാൻ പറ്റുള്ളൂ. അധികം ടീച്ചർമാർ അങ്ങനെ തോളിൽ കൈയൊക്കെ ഇട്ട് ഭയങ്കര സംസാരമോ ഭയങ്കര ഇതോ, ക്ലാസ്സിലാണെങ്കിലും ഭയങ്കര ചിരിച്ച് ക്ലാസ് എടുപ്പിക്കും. വെച്ചാൽ നമുക്ക് ഒരിക്കലും ചടപ്പ് തോന്നില്ല ക്ലാസ്സൊന്നും. അതുപോലെ തന്നെ ഭയങ്കര അടിപൊളിയാണ് ടീച്ചർമാർക്കും. ഓരോരുത്തരും എടുത്ത് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ചില ആളുകൾ മറന്നു പോകുന്നു പേടിച്ചിട്ടല്ലേ. ഇതിനിടയിൽ നിങ്ങളെല്ലാവരെയും സൈലത്തിന്റെ ടീച്ചേഴ്സ് തുടങ്ങുമ്പോഴേ എന്നോട് ഷാദി പറഞ്ഞു, എനിക്ക് പറയാൻ മാത്രം പേരുകളുണ്ട്, അത്രമേൽ എന്നെ സപ്പോർട്ട് ചെയ്ത ടീച്ചേഴ്സാണ് എല്ലാവരും. പിന്നെ ഞാൻ ഈ ചെറിയൊരു നമ്മളെ സംസാരത്തിനിടയിൽ പറയുമ്പോൾ ആരുടെയെങ്കിലും ഒരാളുടെ പേര് വിട്ടുകൊണ്ടാന്ന് വിചാരിച്ചിട്ടാണ് പറയാത്തതെന്ന് ഷാദി പറഞ്ഞു. എല്ലാവരും അത്രമേൽ അവന് പ്രിയപ്പെട്ടവരാണ്. ലൈഫിൽ എക്കാലത്തും അവൻ്റെ ലൈഫിലെ വലിയ സാന്നിധ്യമായിരിക്കും ഈ ടീച്ചേഴ്സ് എല്ലാവരും എന്ന് തുടക്കത്തിൽ ഇവിടെ കയറി വരുമ്പോഴേ അത് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഈ ടീച്ചേഴ്സിന് മുഴുവനും ഷാദിയുടെ റിസൾട്ടിൽ ആ അർത്ഥത്തിൽ അഭിമാനിക്കാൻ. നിങ്ങളെല്ലാം കാത്തിരുന്ന റിസൾട്ടാണ്. ഞാനിത് ടീച്ചേഴ്സിനോട് മാത്രമാണ് പറയുന്നത്. എല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ടുണ്ട് അല്ലേ ഈ ടീച്ചേഴ്സ് എല്ലാവരും? ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ബയോളജി ആണെങ്കിലും ഭയങ്കര ക്യാബിനിൽ പോകുമ്പോൾ നമുക്കൊരു എനർജി കിട്ടും. അങ്ങനെയാണ് നമ്മൾ അവിടുന്ന് ഡൗട്ടൊക്കെ കറക്റ്റ് ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. ഇവിടുത്തെ അധികം ഡിഫൈക്കൽ ഇവൻ ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ സാറിന് ഫുള്ളായിട്ട് പറ്റിയില്ലെങ്കിൽ ഒന്നെങ്കിൽ സാർ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കൂ, അല്ലെങ്കിൽ സാറ് നമ്മൾ ഹോസ്റ്റലിൽ വന്നിട്ട് റെഗുലർ ആയിട്ട് ഡൗട്ട് ക്ലിയറൻസ് വരാറുണ്ട്. അവസാന സമയത്തും അവർ അധികം വരാൻ നോക്കിയോ അധികം വരികയും ചെയ്തു. ഫിസിക്സിനും കെമിസ്ട്രി ചിലപ്പോൾ ഒരു ദിവസം തന്നെ 2 ആൾക്കാരൊക്കെ വന്നിട്ട് ഞങ്ങൾക്ക് മാക്സിമം കുട്ടികൾ അങ്ങനെ ഒരു മൈൻഡ് സാർമാർക്കുണ്ട്. ഭയങ്കര എങ്ങനെയും റിസൾട്ട് ആവണം എന്ന് കാത്തിരുന്നിരുന്നു. ഷാദിയെ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സും എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ് നമുക്ക് കേൾക്കുമ്പോൾ. കാരണം ഒരുപാട് ഹോസ്റ്റലുകളുണ്ട് സൈലത്തിന്. ഈ ഹോസ്റ്റലുകളിലെല്ലാം ഇവരെല്ലാം പോയിരുന്നു എന്നത് വലിയ ആശ്വാസമാണ്. മൈൻഡ് മാപ്പൊക്കെ ഉപയോഗിച്ചിരുന്നു. മൈൻഡ് മാപ്പൊക്കെ അവസാന സമയത്ത് നമുക്ക് ഒന്നും കത്തിക്കാൻ വേണ്ടിയിട്ട് ഓടിച്ചെല്ലോ അടിപൊളിയാക്കി നോക്കി. എന്നാലും നമുക്ക് ഇതൊക്കെ അവിടെ ഉണ്ട്, ഇതൊക്കെ വലിയ ഉപകാരം ഉണ്ടായിരുന്നു.
എങ്ങനെയുണ്ട് നാട്ടിലൊക്കെ ഉള്ള ആളുകളൊക്കെ? ഇല്ല, ആരോടും പറഞ്ഞിട്ടില്ല ഇപ്പൊ ഇതുവരെ. എന്തായിരിക്കും അവരൊക്കെ ഒരു ഫീൽ എന്തായിരിക്കും? അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ടെൻഷൻ അടുപ്പിച്ച ആളുകൾ ആരെങ്കിലും ഉണ്ടോ? പേര് പറയണ്ട, എന്നാലും എന്തിനാ റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്നത്? ഞാൻ കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു, ഇപ്രാവശ്യം കിട്ടിയ കുറെ ആൾക്കാർ ഇങ്ങനെ കിട്ടാണ്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കിട്ടിയ ചാൻസിൽ എവിടെയെങ്കിലും കയറുക അല്ലാണ്ട് പിന്നെ വെറുതെ ഇതിന് ഒരാവശ്യമില്ലാതെ പണിക്ക് പോകുന്നൊക്കെ ചോദിച്ചു കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു. അതിന് അധികം കുറെ പ്രഷറും ചെയ്തിരുന്നു, ഇപ്പൊ ചെല്ലി 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 കയറി 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 പറഞ്ഞിട്ട്. അപ്പൊ പിന്നെ വീട്ടുകാരും പിന്നെ കാക്കയും അതേപോലെ തന്നെ ഇവിടെ വന്നേരം ഇവിടെയുള്ള എല്ലാവരും പറ്റും ഇതിനെ MBBS പറഞ്ഞാൽ അടിപൊളി കോളേജ് കയറി അതിൻ്റെ ഒരു ഇതുണ്ട്, ഒരു വർഷമല്ലേ ഒന്ന് നോക്കി നോക്കുന്നായിരുന്നു. അങ്ങനെ നോക്കിയാലും വലിയ ഇപ്പം അടിപൊളി. നമ്മളെ കേൾക്കുന്നതിൽ ഒരുപാട് ആളുകൾ എൻട്രൻസ് എഴുതിയിട്ട് ജസ്റ്റ് സ്കിപ്പായി പോയവരൊക്കെ ഉണ്ട്. പല കാരണങ്ങളാൽ മാർക്കൊക്കെ കുറഞ്ഞവരുണ്ട്. ഈ പറയുന്ന സൗകര്യങ്ങളൊന്നും കിട്ടാത്ത, ക്വാളിറ്റി ക്വസ്റ്റ്യനുകൾ കഴിഞ്ഞ വർഷം പ്രിപ്പയർ ചെയ്യാൻ കിട്ടാത്ത റിപ്പീറ്റേഴ്സ് തന്നെ, ഞാൻ പറയുന്നത് +2 കഴിഞ്ഞവരെ കുറിച്ചല്ല, റിപ്പീറ്റ് ചെയ്തിട്ട് പോലും ഈ സാഹചര്യമൊന്നും കിട്ടാതെ പോയ ഒരുപാട് പേരുണ്ട്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം എന്നൊക്കെ ഓർത്തിട്ടുള്ള ഭയങ്കര ടെൻഷൻ അവർക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷയും ഭയങ്കര സ്വപ്നമായിരിക്കും അല്ലേ? ഷാദിയുടെ ഉള്ളിൽ പണ്ടേ ഉണ്ടായിരുന്നോ ഡോക്ടർ ആവണം എന്ന് പറയുന്ന സ്വപ്നം? അല്ല, 10ാം ക്ലാസ് വരെ ഞാനൊരു സാധാ പോലെ ഇങ്ങനെ ഒരു ഇതും ഇല്ലാണ്ട് പോയി കഴിഞ്ഞു. പിന്നെ +1 ഇക്കാകെ MBBS കയറുന്നതോടെ പിന്നെ മനസ്സിലായി ഇതിന്റെ ഒരു വില അങ്ങനെ അവിടെ ആണുള്ളത് മനസ്സിലായി. അങ്ങനെ MBBSനെ കണ്ട ഒരുപാട് പേര് ഇനി നടക്കില്ല എന്ന് വിചാരിച്ചിട്ട് അവസാനിപ്പിച്ച് നിർത്തുന്നുണ്ടാവും. നടക്കും എന്നുള്ളിൽ തീരുമാനിച്ചാൽ നടക്കും എന്നതിന് ഷാജി ഒരു ഭയങ്കര തെളിവാണ് അല്ലേ? അപ്പൊ അവരോട് എന്താ പറയാനുള്ളത്? എങ്ങനെയാണ്, എന്ത് മാനസികാവസ്ഥ സെറ്റ് ചെയ്തിട്ടാണ് അവരടുത്ത വർഷം അല്ല, ഇതിന് ഇനീഷ്യലി ഇരിക്കുകയാണെങ്കിൽ ഇത് അവസാനം വരെ ഇവന്റെ അന്ന് രാവിലെ വരെ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത് പോകണം. അതെന്ന് വെച്ചാൽ ഇടക്ക് ഗ്യാപ്പ് ഒക്കെ വെച്ചാൽ ഒരു ദിവസം ട്രിപ്പ് 2-3 ദിവസം ട്രിപ്പ് പോവുക, എന്നാൽ അധികം ട്രിപ്പൊന്നും അധികം എക്സ്റ്റെൻഡ് ആവരുത്. പിന്നെ എല്ലാം സാധാ പോലെ അങ്ങനെ വർക്ക് ചെയ്ത് അവിടെ എത്തിക്കാം. പിന്നെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അപ്പൊ എന്തായാലും നടക്കുമെന്ന തോന്നൽ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അല്ലേ? അതിനിടയിൽ ഒരിക്കലും ആ മാനസികാവസ്ഥ നമ്മളെ മൈൻഡാണ് നമുക്ക് ഇങ്ങനെ എപ്പോഴും നമ്മളെ പറ്റൂല പറ്റൂല പറ്റൂല. എൻ്റെ മൈൻഡ് അങ്ങനെ 24/7 പറ്റൂല പറ്റൂല പറ്റൂല. പക്ഷെ ഞാൻ ഇങ്ങനെ ഭയങ്കര ആത്മസംഘർഷമൊക്കെ. എല്ലാരും നിങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ സംഘർഷത്തിന് ഓവർകം ചെയ്യാൻ ശ്രമിക്കാറുണ്ടോ? അവിടെ ഭയങ്കര ഫ്രണ്ട്സ് ഒരു ഭയങ്കര എനർജിയാണ് അവിടെ ഉള്ള എല്ലാവരും. വെച്ചാൽ ഇപ്രാവശ്യം എല്ലാവരും ഒരുമിച്ച് ക്രാക്ക് ചെയ്യുന്നു, ഒരുമിച്ച് കയറുന്നു. അതിന് അവിടെ ഉള്ള ഏറ്റവും ഇത് എല്ലാ ഫ്രണ്ട്സും ഒരുമിച്ച് ഒരു കോളേജ് പഠിക്കാൻ അങ്ങനെയാണ് എല്ലാവരും ഇതുള്ളത്. ടെൻഷൻ അടുപ്പിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും വീട്ടിലേക്ക് വിളിച്ചിട്ട് എനിക്ക് പറ്റൂല എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്? ഇല്ലല്ലല്ല, അങ്ങനത്തെ ഒന്നുമില്ല. ആദ്യ താല്പര്യനാണ്, അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടേ ഇല്ല. ഈ എൻട്രൻസിന് റിപ്പീറ്റ് ചെയ്യുന്ന കുറെ കുട്ടികളുടെ പാരൻസിനോട് അങ്ങനെ ഒരു പാരന്റ് ആയിരുന്ന ഒരു അനുഭവം വെച്ചിട്ട് ഉപ്പയ്ക്ക് എന്താ പറയാനുള്ളത്? അവരെങ്ങനെ, ഏത് രീതിയിൽ മക്കളുടെ ഒരു റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡിനെ അവർ കാണണം എന്നുള്ളതാണ്. അല്ല, കുട്ടികൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണ സപ്പോർട്ട് ചെയ്തു കൊടുക്കുക. പ്രത്യേകിച്ച് നല്ല സൈലം പോലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുചാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടികൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഈസി ആയിട്ട് നല്ല കോളേജിലൊക്കെ കയറാം. എന്നാലും പാരൻസിന്റെ ഒരു സപ്പോർട്ട് അവരുടെ ഒരു വിജയത്തിന് ഭയങ്കര പ്രധാനമാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ തന്നെ പലപ്പോഴും ഞങ്ങളിപ്പോൾ ഒരു വർഷത്തോളമായി പിന്നെ ഇവനില്ലാത്തതിൻ്റെ പേരിൽ ട്രിപ്പ് പോലും പോകാറില്ല. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇവൻ പറയും നിങ്ങൾ പോയിക്കോളി പ്രശ്നമില്ല, പക്ഷെ ഞങ്ങൾ പോയില്ല. ഇവനെങ്ങനെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെൻഷൻ ആ കാരണത്താൽ വേണ്ട, നമ്മൾ ഒരു 8 മാസത്തോളം ഇപ്പം വരുന്നുള്ളൂ. ആ 8 മാസം നമ്മളും ആ ഒരു ഇവരെ കൂടെ അങ്ങ് നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇവർക്ക് കയറി വരാൻ പറ്റും. നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. പലക്കെ കുറച്ചു കാലം നമ്മൾ അങ്ങനെ നിൽക്കണം എന്നേ ഉള്ളൂ. ലൈഫിൽ ഒരു 8-5 മാസം നമ്മൾ മാറ്റി വെച്ചാൽ അതെ, നമ്മൾ മക്കളുടെ ലൈഫേ തീർച്ചയായിട്ടും ഇനിയിപ്പം നമുക്ക് എവിടെ വേണമെങ്കിലും പോയി പ്രശ്നമൊന്നുമില്ലല്ലോ. എല്ലാവരും ഇപ്പോൾ പ്രിയ 3 മക്കളായിരുന്നു എനിക്ക്. പിന്നെ മൂത്തവന് പിന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ദുബായിൽ, രണ്ടാമത്തെ മെഡിക്കൽ കോളേജ്. ഇപ്പോൾ ഇവനും നീറ്റ് കയറി കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം സെറ്റായി കഴിഞ്ഞു. മൂന്നാൾക്കും വേണ്ടി ഓരോ സമയത്ത് ഒരു മിനിമം സമയം നമ്മൾ മാറ്റി വെക്കുക. ഈ എൻട്രൻസിന്റെ ടൈം തന്നെ ഇവൻ SLC വരെ പറഞ്ഞ് ശരിയാ, വളരെ ഇതായിരുന്നു. പിന്നെ ഇഷ്ടപ്പെടുക +1 മുതലാണ് ഉഷാറായത്. അപ്പോ ഈ കാക്ക ഗൾഫിൽ നിന്ന് വിളിച്ചാ? കാക്ക ഇന്നലെ രാത്രി വിളിച്ചു സംസാരിച്ചു. വരുന്നുണ്ട്, അടുത്ത ദിവസം വരുന്നുണ്ട്. അപ്പൊ വൻ സെലിബ്രേഷൻ ആയിരിക്കും എല്ലാരും കൂടി അല്ലേ? അപ്പൊ ഇതുവരെ പോവാത്ത ട്രിപ്പൊക്കെ ഒന്ന് പോണം. എങ്ങോട്ടേക്കാ പോകാനൊക്കെ നോക്കുന്നത്? ആണാ? അപ്പൊ ഗംഭീരമാക്കണം. അപ്പൊ വലിയ മെസ്സേജ് ആണ് സത്യത്തിൽ ഒരു പാരന്റൽ ഓഡിയൻസിനോട് ഷാദിയുടെ ഉപ്പയ്ക്ക് പറയാനുള്ളത്.
നമ്മളൊരു 8 മാസം ഒരു 9 മാസം നമ്മളുടെ മക്കൾക്ക് വേണ്ടി അവരുടെ എഫേർട്ടിനെ മനസ്സിലാക്കി അവരുടെ ആഗ്രഹത്തിനെ മനസ്സിലാക്കി നമ്മളൊന്ന് മാറി നിന്നാൽ അവരുടെ ലൈഫിലെ നമ്മുടെ തന്നെ ലൈഫിലെ വലിയ ചേഞ്ച് വരുത്തുന്ന ഒരു 8-9 മാസക്കാലമായിരിക്കും അത്. അങ്ങനെ നമ്മൾ നിൽക്കണം, റെസ്പോൺസിബിളായി നിൽക്കണം. കുട്ടി ഇന്നിടത്ത് പഠിക്കണം എന്ന് പറയുമ്പോൾ കുട്ടി ഇന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്യണം എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കി നാം നിൽക്കണം. ആ നിൽപ്പ് അനിവാര്യമാണ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്നൊരു വലിയ മെസ്സേജ് കൂടിയാണ് ഷാദിയുടെ ഉപ്പയ്ക്ക് പറയാനുള്ളത്. ഉമ്മയൊക്കെ കാണണം. ഇവർ ട്രിപ്പൊക്കെ പോകുന്നതിന് മുമ്പേ ഞാൻ എന്തായാലും ഇവരുടെ വീട്ടിലേക്കൊക്കെ പോകും. അപ്പോൾ വേറെന്താ ഫീൽ ഉള്ളത് പറയും. വേറെ വെച്ചാല് പിന്നെ ഇപ്പോൾ ഈ ഞാൻ 10ാം ക്ലാസ് വരെ ഫുള്ള് പഠനത്തിന് ഭയങ്കര എതിരായിരുന്നു. ഞാൻ പഠിക്കുന്നതിലൊക്കെ ഞാൻ പഠിക്കേണ്ട ഭയങ്കര എതിരായിരുന്നു. അതുപോലെ തന്നെ ഫുള്ള് കളിൻ്റെ മൂഡിലായിരുന്നു. പക്ഷേ +1 എത്തിയത് എനിക്ക് മനസ്സിലായത് ഇനി നല്ലൊരു ഫ്യൂച്ചർ നല്ലൊരു സെറ്റിൽമെൻറ്റ് ഉണ്ടാവണമെങ്കിൽ ഈ 2 വർഷം ഒന്ന് കഷ്ടപ്പെട്ടാൽ നല്ലൊരു ഫ്യൂച്ചറും സെറ്റിൽമെൻറ്റ് ഉണ്ടാവണമെന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ പിന്നെ മറ്റൊക്കെ മറ്റേ ഭയങ്കര ഇതുണ്ട്, ആത്മസംഘർഷം ഉണ്ട്. അല്ലെങ്കിൽ കളിക്കാൻ പോകുക പറഞ്ഞിട്ട് പിന്നെ പഠനത്തിന് അങ്ങ് ഇഷ്ടപ്പെട്ട പിന്നെ അങ്ങ് പോയി. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളും അതിനിടയിലുള്ള സമയങ്ങളിലെല്ലാം റെഗുലർ ഇന്റർവെല്ലിൽ കുറേയേറെ പ്രോഗ്രാമുകളൊക്കെ കണ്ടക്ട് ചെയ്തു അല്ലേ? നിങ്ങളും അതിനിടയിൽ വന്ന് ഡാൻസ് ചെയ്ത സമയങ്ങളുണ്ട്. ഒരു റിപ്പീറ്ററിന്റെ ഡ്യൂറേഷനിൽ ഒരിക്കലും സത്യത്തിൽ സംഭവിക്കാത്ത കുറേ ഇവന്റുകളിലൂടെ നമ്മൾ കടന്നുപോയി. അതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പോൾ അലക് പാണ്ഡെ വന്നു നിങ്ങളെ കാണാൻ വേണ്ടി വന്നു. അതേപോലെ പിന്നെ ഗൗരി ലക്ഷ്മിയുടെ മ്യൂസിക് പ്രോഗ്രാമിൽ നിങ്ങൾ എല്ലാവരും ഡാൻസ് ഒക്കെ ചെയ്തു. കഴിഞ്ഞ വർഷത്തെ MBBS കിട്ടിയവരെല്ലാരും സ്റ്റേജിൽ വന്നു. അതൊക്കെ ആ ഫീലൊക്കെ കഴിഞ്ഞൊരു ഡ്യൂറേഷനിലെ സൈലം കാലയളവിൽ ക്ലാസ് റൂം അല്ലാതെ കിട്ടിയ എക്സ്പോഷറിനെയൊക്കെ എങ്ങനെ കാണുന്നുണ്ട്? നമ്മളിപ്പോൾ അധികം റിപ്പീറ്റിംഗ് പറഞ്ഞാൽ 24/7 ഓമാർ ബുക്ക് എന്നാ. പക്ഷെ ഇവിടെ വന്നാൽ ഞാൻ ആലോചിച്ചു ഇങ്ങനെയൊക്കെ റിപ്പീറ്ററിന് ഇങ്ങനെ ചാടി കളിച്ചൊക്കെ പിന്നെ പഠിക്കാതിരിക്കാൻ പറ്റും. ഞാൻ കുറേ ആലോചിച്ചിരുന്നു. ഞാൻ ഇവിടെ അങ്ങനെ വിചാരിച്ചില്ല. പിന്നെ ഇവിടെ വന്നേരാണ് എല്ലാവരും പറഞ്ഞു ഇങ്ങനെ മൂഡിലാവുക, ഒരു സ്ട്രെസ്സും ഇല്ല, ഭയങ്കരമായിട്ട് ചില്ലൊക്കെ ആയിട്ട് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞത്. അല്ലാണ്ട് 24/7 പഠിക്കണ്ട. പിന്നെ ഫുള്ള് ഡാൻസും പാട്ടും അതൊക്കെ ഒരു 3-4 മാസത്തിന് ഇടയിൽ തന്നെ ഇവര് തരുന്നുണ്ട്. കാരണം അവർക്ക് അറിയാം നമുക്ക് എവിടെ സ്ട്രെസ് വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ചെറിയ പരിപാടി വെക്കും. ഓണത്തിൻ്റെ സെലിബ്രേഷൻ ആയാലും ക്രിസ്മസിന് സെലിബ്രേഷൻ ക്ലാസ്സിലൊക്കെ വന്നിട്ട് എല്ലാവർക്കും മുട്ടായും കേക്കൊക്കെ തരി ഭയങ്കര അടിപൊളി. ലൈഫിൽ മറക്കൂല ശരീരത്തിന് മറക്കാൻ വളരെ ചാൻസ് കുറവാണ്. ഇതുവരെ പഠിച്ച ക്ലാസ് റൂമുകളിൽ ഒരു സ്ട്രെസ്സും തരാത്ത സ്ഥലം എന്നായി തന്നെ സൈല ഓർമ്മയിലുണ്ട്. ക്ലാസ്സിൽ ആരെങ്കിലും എതിര് സൈലത്തിനെ പറയാൻ അങ്ങനെ കോൺസെപ്റ്റ് ആൾ വരുന്നില്ല. എല്ലാവരും ഭയങ്കര സപ്പോർട്ടിങ്. സൈലത്തിന് ഒരു സ്ട്രെസ് ഫ്രീ, മറ്റേടത്തിനെ പറഞ്ഞിട്ട് ഇവിടെ സൈലന്റ് സ്ട്രെസ് ഫ്രീ ഭയങ്കര ഇതായിരുന്നു. എല്ലാ കുട്ടികളും ഒരേപോലെ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഇത്ര അടിപൊളിയായി പറയുക ഞാൻ ആദ്യമാണ്. കാരണം ഏതൊരു സ്കൂളിൽ പോയി നമുക്ക് കുറ്റം പറിച്ചിട്ടുണ്ടാവുമല്ലോ. പക്ഷെ ഇവിടെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഭയങ്കര കുറവാണ്. ക്ലാസ് റൂം മെന്റേഴ്സ് എങ്ങനെ ഉണ്ടായിരുന്നു? ഹോസ്റ്റൽ മെന്റർ കൂടാതെ ക്ലാസ് റൂമിലെ മെന്റേഴ്സ് ജിതേച്ചിയും അതേപോലെ നീലിമ മെന്റർ ആയിരുന്നു. ഓല് ഭയങ്കര അടിപൊളിയായിരുന്നു. ഓല് എപ്പോഴും ക്ലാസ്സിൽ വരും. പിന്നെ എന്തെങ്കിലും പ്രശ്നം പേഴ്സണലായി വിളിക്കും. അതുപോലെ തന്നെ ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. നമുക്ക് ഫോണിലൊക്കെ വിളിക്കും ഹോസ്റ്റലിലേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ അതുപോലെ തന്നെ അങ്ങനെ ചോദിച്ചിട്ട് അത് ഭയങ്കര ഇത് ചെയ്യും. അങ്ങനെ പഠിക്കാനും ടീച്ചേഴ്സും പിന്നെ ഈ പറയുന്ന മെന്റേഴ്സും എല്ലാം ഭയങ്കര രസമായി ഇവിടെ കടന്നുപോയി. ഇത് മാത്രമല്ലാത്ത കുറേ എക്സ്പോഷറുകളും കൂടെ സൈലന്റ് ക്യാമ്പസിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് നിങ്ങൾക്ക് ഐസ്ക്രീം ഒക്കെ കഴിക്കാൻ മിനി മാർട്ട് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഭക്ഷണങ്ങളിൽ കുറെ കൂടെ ഒരു നോർമൽ ക്യാമ്പസിൽ ഉണ്ടാവുന്ന ഭക്ഷണങ്ങളല്ലാത്ത മന്തിയും നെയ്ച്ചോറും ഒക്കെ ആയ ഏറ്റവും പുതിയ പാൻ കേക്കും വേറെ തന്നെയൊക്കെയുള്ള കുറെ മെനു ഒക്കെ ഭക്ഷണത്തിനകത്ത് വരുന്നു. ഇവിടെ നിന്ന് ബസ്സിലൊക്കെ കയറ്റി നിങ്ങളെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകുന്ന ബസ്സിലൊക്കെ ഭയങ്കരമായ പാട്ടും ആ മൂഡൊക്കെ ആയി പോകുന്നു. എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? അതിനൊക്കെ എക്സ്പീരിയൻസ് ചെയ്തൊരു ഫീൽ എങ്ങനെയുണ്ട്? എനിക്ക് ബസ്സിൽ എനിക്ക് മ്യൂസിക് സ്ട്രെസ് ഇതൊക്കെ ഇത് കുറയ്ക്കും, ഭയങ്കര ഇത് ഈസി ആക്കും. വെച്ചാൽ ഭയങ്കര ഇതാണല്ലോ, അടിപൊളിയാണല്ലോ. അപ്പോൾ ബസ്സിലെ മ്യൂസിക് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ഇതായിരുന്നു കുട്ടി ഈ സാധാരണ ഇങ്ങനെ റിപ്പീറ്റ് ഉള്ള സിനിമ കാണില്ല, പാട്ട് കേൾക്കില്ല, അങ്ങനെയൊക്കെ കുറച്ച് കോൺസെപ്റ്റ് ഞാൻ ആദ്യം മുമ്പ് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പറയലുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ബസ് കയറുമ്പോഴാണ് എല്ലാവരും ഭയങ്കര ചില്ലാക്കി ഡാൻസൊക്കെ കളിച്ച് ഹോസ്റ്റലിലൊക്കെ എത്തി പിന്നെ ഇത് അടിപൊളിയാവുക. ബസ്സിൻ്റെ എക്സ്പീരിയൻസും അടിപൊളിയായിരുന്നു. കാരണം അവിടുത്തെ മ്യൂസിക്കൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ മിനിമാർട്ടാണെങ്കിൽ അവിടെ ഇല്ലാത്ത അടിപൊളിയാണ്. അവിടെ നമുക്ക് ചങ്ങായിമാർക്ക് നമുക്ക് എക്സാമിന് ഇപ്പോൾ മാർക്ക് കിട്ടി ഇവിടുന്ന് ഇത് കിട്ടും, ക്യാഷ് അവാർഡ് കിട്ടും. പിന്നെ അവിടെ പോയി ചങ്ങായിമാരായിട്ട് മിനിമാർട്ട് പോയി അടിച്ചു പൊളിക്കുക, ഭയങ്കര രസമായിരുന്നു. ഫുഡൊക്കെ കഴിക്കാൻ ഒക്കെ ഫുഡൊക്കെ അടിപൊളിയാണ്. വെച്ചാൽ നമ്മൾ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ അത്ര അടിപൊളി ഫുഡൊക്കെ ഉണ്ടാവുമെന്ന്. അവസാനം അവരൊക്കെ എപ്പോഴും ഭയങ്കര കോപ്പറേറ്റീവായി തോന്നിയിട്ടുണ്ടോ?
നമ്മള് അവിടുന്ന് ഫുഡൊക്കെ വിളമ്പി തരുന്ന ആ ആളുകളാവട്ടെ, അവര് ഓ നിങ്ങളെ കൊണ്ടുവന്ന ബസ്സിലെ ഡ്രൈവേഴ്സ് ആവട്ടെ, അവരോ ഭയങ്കര സന്തോഷത്തില് നല്ല ബന്ധം എല്ലാവരും നല്ല ബന്ധത്തിൽ. അപ്പൊ എല്ലാവരുടെയും കൂടെ റിസൾട്ടാണ്, എല്ലാരും സെലിബ്രേറ്റ് ചെയ്യേണ്ട റിസൾട്ടാണ് അല്ലേ? ഉപ്പയുടെ ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെ നോക്കിക്കാണുന്നുണ്ടാവുമായിരിക്കും, ഉപ്പയെ അവരും കൂടെ കേൾക്കുമായിരിക്കും. ഷാദിയുടെ ഒരു ഓഡിയൻസ് ഓൾറെഡി ഇവിടുത്തെ കുട്ടികളായിട്ടുണ്ട്. ഷാദിയുടെ ഉപ്പ പക്ഷെ ഒരു പുതിയ മുഖമായിരിക്കും നമ്മളുടെ ചാനലിനെ സംബന്ധിച്ചിടത്തോളം. ഫ്രണ്ട്സിനൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നു, അവരൊക്കെയും അന്വേഷിക്കാറുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇവനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാതെ, പിന്നെ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം ഇവൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നല്ല മാർക്ക് വാങ്ങുന്നുള്ളു. അവരിതില്ലാണ്, പക്ഷെ ഞങ്ങൾ ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല 700 മുകളിലെത്തിയായിട്ട്. അപ്പൊ ഇത് നമ്മൾ ഒഫീഷ്യലി പുറത്ത് വിടുകയാണല്ലേ? അപ്പൊ അവർക്കൊക്കെ അത് കേട്ട് ഞെട്ടി അവരൊക്കെ ഈ സെലിബ്രേഷന്റെ ഭാഗമാവട്ടെ. ഓക്കെ, അപ്പൊ അടിപൊളിയാക്കണം. ഗംഭീര MBBS കഴിഞ്ഞതിന് ശേഷമുള്ളൊരു കാലത്തെ കുറിച്ച് കൃത്യമായൊരു പ്ലാൻ ഉണ്ടോ മനസ്സിൽ? എങ്ങനെ സ്പെഷ്യലൈസ് ചെയ്യണം എന്നൊക്കെയുള്ള പ്ലാൻ ഉണ്ട്? ഒരു സ്ഥലത്ത് എത്തിയാലും നമുക്ക് അതിനെ കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ടാവും, എന്താണ് അവിടെ വേണ്ടിയതെന്ന് എന്താണ് അവിടെ വേണ്ടാത്തതെന്ന്. അപ്പോൾ എനിക്ക് ഇവിടെ എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ എത്തിയാലും എനിക്ക് എന്താ മനസ്സിലായത്, എന്തൊക്കെ പഠിക്കണമെന്ന് എന്തൊക്കെ ഒഴിവാക്കണമെന്നും അതൊക്കെ ഈസി ഷോർട്ട് കട്ടൊക്കെ മനസ്സിലാവും. അപ്പോൾ അവിടെ എത്തിയിട്ട് ഞാൻ തീരുമാനിക്കാന്ന് വിചാരിച്ചത്. അത് തന്നെ ഇപ്പൊ MBBSലേക്ക് നമ്മൾ ശേഷമുള്ളത് നമ്മൾ അവിടുന്ന് അങ്ങ് തീരുമാനിക്കും അല്ലേ? ഉം. അപ്പൊ അവിടുന്ന് അങ്ങോട്ടേക്കുള്ള കാലം ഗംഭീരാവട്ടെ. ഷാദിക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടി, ഇവിടുത്തെ എല്ലാ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. ഷാദിക്കും അതറിയാം. ഞങ്ങളുടെ മൈൻഡിൽ ഞങ്ങളുടെ മക്കൾ എന്ന് ഉപ്പ ഷാദിയെക്കുറിച്ച് എങ്ങനെ കാണുന്നു അത് തന്നെ കാണുന്നവരാണ് ഞങ്ങൾ ഓരോരുത്തരും. അപ്പൊ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടി 700 മാർക്കും കടന്ന് ഇവിടെ വന്നിരിക്കുമ്പോൾ തോന്നുന്ന വല്ലാത്തൊരു അഭിമാനം അടിമുടി ഞങ്ങളിലുണ്ട്. ആ അഭിമാനം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഷാദി ഒരു വലിയ മെസ്സേജ് ആയിരിക്കണം. വളരെ കൂളായി വളരെ റിലാക്സ്ഡ് ആയി പഠിച്ച്, ഷാദി പറഞ്ഞ പോലെ ബസ്സിൽ നിന്ന് പാട്ടൊക്കെ കേട്ട് അങ്ങേയറ്റം സ്ട്രെസ് ഫ്രീ ആയി ഹോസ്റ്റലിൽ പോയിരുന്ന് അവൻ്റെ മാക്സിമം, ലിനീഷ് സാറൊക്കെ പറഞ്ഞ പോലെ പതുങ്ങിയിരുന്ന് അവൻ്റെ മാക്സിമത്തിനെ എൻട്രൻസ് പേപ്പറിൽ കാണിച്ച് ഷാദി വന്നിരിക്കുകയാണ്. ഇനി അടുത്ത വർഷത്തെ ആളുകളോട് നമുക്കൊരു ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് അവരെല്ലാവരും അടിപൊളിയായി പോകണം എന്നൊക്കെ പറഞ്ഞ വൈൻഡ് അപ്പ്. അത് ഷാദി തന്നെ പറയണം, ഞാനല്ല പറയുന്നത്. ഞാൻ പറയുന്നതും ആദ്യം മുതൽ അവസാനം വരെ തന്നെ എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ച് ഇതാവുക. അതേപോലെ തന്നെ എന്ത് ട്രസ്റ്റ് ദ പ്രോസസ്, അതൊക്കെ ഇനീഷ്യലി പറയാനുള്ളത്. കാരണം എല്ലാവർക്കും ഇങ്ങനെ സംശയമുണ്ട്, ചില കുട്ടികൾക്ക് ഇത് വിശ്വസിച്ച് ഇത് അവസാനം എത്തും. ഞാൻ അങ്ങനെ കുറേ ചോദിച്ചു, ഞാൻ പറഞ്ഞു ട്രസ്റ്റ് ദ പ്രോസസ്, അത്രേ ഉള്ളൂ പറയാനുള്ളൂ. അതേപോലെ തന്നെ എല്ലാവരും അടിപൊളി പഠിച്ചെത്തുക. ഓൾ ദി ബെസ്റ്റ്. സൈലൻ നിങ്ങളോട് പറയുന്നതിനെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകണം. നിങ്ങൾ ഒരു നാൾ ഷാദിയെ പോലെ ഇവിടെ വന്നിരിക്കും എന്ന് പറഞ്ഞാണ് ഷാദി വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആൾ ദി ബെസ്റ്റ്. ഓക്കെ.